അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോകാനുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റൂം കിട്ടിയത് അതുപോലെ തന്നെ, അതുപോലെ ഇല്ലെങ്കിൽ ഒരു ഏകദേശം നല്ല ഭംഗിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി, ഇതൊക്കെ ചെയ്യാൻ അവിടെ സ്റ്റാഫ് ഉണ്ടാവും, എന്നാലും നമുക്ക് കിട്ടിയ പോലെ തിരിച്ചു കൊടുക്കുന്നതല്ലേ ഒരു ഹീറോയിസം. ഓവറോൾ നല്ല റൂമും ഹോട്ടലും ഒക്കെ ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നമ്മുടെ മൈസൂർ പാലസ് ലക്ഷ്യം വെച്ച് നേരെ നടന്നു. ഇന്നലെ രാത്രി ക്ഷീണം കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വെച്ച് പിടിച്ചു. രാവിലെ തന്നെ കുതിര സവാരിയെല്ലാം ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ പൊതുവെ ക്ലീൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. പിന്നെ രാത്രിയത്തെ ആ ഭംഗിയൊന്നും പകല് നമുക്ക് കാണാൻ പറ്റുന്നില്ല, എന്നാലും ഓവറോൾ നല്ലൊരു നീറ്റ്നെസ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അംബാവിലാസ് പാലസ് ആയിട്ടുള്ള സാക്ഷാൽ മൈസൂർ പാലസ്, നമ്മുടെ പാലസുകളുടെ നഗരം എന്നറിയപ്പെടുന്ന മൈസൂരിലെ മൈസൂർ പാലസിൻ്റെ മുന്നിൽ നമ്മളെത്തി. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് ഇന്ന് പാലസിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റില്ല. കാരണം പാലസിലെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു നവരാത്രി സമയത്ത് നമുക്ക് ഈ ദസറേൻ്റെ ടൈമിൽ അവിടെ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പരിധി പോയി. അപ്പോൾ നമുക്ക് അറിയായിരുന്നു അടുത്തത് നമ്മൾ സൂവിലോട്ടേക്കായിരുന്നു പോകുന്നുണ്ടായത്. സൂ ഇവിടുന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, നമുക്ക് നടന്നിട്ട് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതെങ്കിലും കാണണം എന്നുള്ള അതിയായ തീവ്രമായ ആഗ്രഹം കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ഇതാണ് സൂവിൻ്റെ മുൻവശം. നല്ല തിരക്കായിരുന്നു. പക്ഷേ തിരക്കാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റുന്നുണ്ട്. ഇവിടെ കയറുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പുറത്തുനിന്നുള്ള ഫുഡൊന്നും അലൗഡ് അല്ല. വാട്ടർ ബോട്ടിലും നമ്മളോട് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ വാട്ടർ ബോട്ടിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതൊക്കെ അലൗഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് പ്ലാസ്റ്റിക് കാര്യങ്ങളോ ഫുഡോ ഒന്നും നമ്മൾ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അംബ്രല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാം. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫീസ് അഡൾട്ടിന് 100 രൂപ, 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് വരുന്നത്. എന്നാലും ആ ഒരു പൈസയ്ക്ക് ഇത് വളരെ വേർത്താണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സൂ ആണിത്. മാത്രമല്ല ഇവിടെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും നമ്പർ 1 നിൽക്കുന്ന ഒരു സൂ ആണ്. എന്തിനു പറയാം, നമ്മുടെ ലോകത്തിലെ തന്നെ വളരെ പഴക്കം ചെന്ന ഒരു സൂകളിൽ ഒന്നാണിത്. പിന്നെ ഇതിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് 1892 10.9 ഏക്കർ വിസ്തൃതിയിൽ സ്ഥാപിതമായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മൃഗശാലയാണ് നമ്മുടെ മൈസൂർ മൃഗശാല എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ഥാപകനായ ശ്രീ രാമചന്ദ്രേന്ദ്ര വോഡയാർ ബഹദൂറിൻ്റെ പേരിലാണ് മൃഗശാല അറിയപ്പെടുന്നത്. ഇദ്ദേഹം മൈസൂരിൻ്റെ 23ാമത്തെ രാജാവായിരുന്നു. മൃഗശാലയുടെ മനോഹരവും ആകർഷകവുമായി ഭൂപ്രകൃതി സൃഷ്ടിച്ചതിൽ ജർമ്മൻ ലാൻഡ്സ്കേപ്പറും ഹോർട്ടിക്കൾച്ചറിസ്റ്റുമായ GH ക്രുംബേഗൽ വലിയൊരു പങ്കന്നെ വഹിച്ചിട്ടുണ്ട്. 1948 മൃഗശാലയുടെ ഭരണം ഹോർട്ടിക്കൾച്ചർ വകുപ്പിന് പിന്നെ കൈമാറുകയൊക്കെ ചെയ്തു. പിന്നെ തണ്ടി സാധക്കിനൊപ്പം കെങ്സൺ ഗാർഡൻ്റെ മറ്റൊരു 50 ഏക്കർ കൂടി ഏറ്റെടുത്ത് മൊത്തം വിസ്തീർണം 78 ഏക്കറായി പിന്നീട് ഉയർന്നു. പിന്നെ ഇന്നത്തെ കാര്യം പറയാനാണെങ്കിൽ ഇന്ന് മൈസൂർ മൃഗശാലയ്ക്ക് 128 വർഷത്തെ ചരിത്രമുണ്ട്. മൃഗശാല യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ പൂർണ്ണമായിട്ട് നവീകരിച്ചിട്ടുള്ളിടത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. 168 സ്പീഷീസുകളിൽപ്പെട്ട 1450-ലധികം മാതൃകകൾ 30-ലധികം രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അത്രയിലധികം സ്പീഷീസുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ സൂവിൽ നമ്മുടെ ജീവികൾ മാത്രമല്ല, ഒരുപാട് മരങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. വ്യത്യസ്തമായിട്ടുള്ള നമ്മളധികം കാണാത്ത മരങ്ങളും, അതായത് ശരിക്കും ഒരു കാടിനുള്ളിൽ നമ്മൾ പോയിട്ട് നമ്മളിതൊക്കെ കാണുന്നൊരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇന്ന് മൈസൂർ മൃഗശാലയുടെ ടോട്ടൽ വിസ്തീർണം 157 ഏക്കറോളം ഉണ്ട്. അതിൽ 1450-ലധികം ജീവികളും അവിടെ ഉണ്ട്. പിന്നെ ഇത് വളരെ നമുക്ക് കണ്ണിന് കുളിര് നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് ഇതിൽ ഉള്ളത്. പുറത്തുനിന്ന് മറ്റ് വസ്തുക്കളൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് വേണ്ട വെള്ളവും പിന്നെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യേണ്ട ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമ്മളോട് ഒന്നും അലൗ ചെയ്യാണ്ട് ഉള്ളിൽ നമ്മൾ പ്രത്യേകം പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വെള്ളമൊക്കെ നല്ല ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മളിതിൽ ഒരു പ്രത്യേക കാര്യം എന്താണ് നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളോട് യാതൊരുവിധ ഫുഡ് ഐറ്റംസും നമ്മൾ ഉള്ളിലോട്ടേക്ക് കയറ്റുന്നില്ല. മാത്രമല്ല ഇവിടെ നിന്നൊന്നും ഒരു സാധനവും നമുക്ക് വാങ്ങാനും പറ്റൂല. ഈ ഒരു സൂ എല്ലാ മൃഗങ്ങളെയും കണ്ട് ഏറ്റവും അവസാനം മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കേണ്ട ഒരു ഭാഗം വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർക്ക് ഒരുപാട് നടക്കാനുള്ള നല്ലൊരു സ്റ്റാമിന വേണം. പിന്നെ അഥവാ പറ്റുന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിശ്രമിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വഴിയുണ്ട്. അവിടെ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ നമുക്ക് ആയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നടക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ കുറച്ച് പൈസ അധികം കൊടുത്തിട്ട് വാഹനങ്ങളിൽ ഈ ഒരു സൂ മൊത്തം കാണിച്ചു കൊടുക്കാനുള്ളൊരു സെറ്റപ്പും അവിടെ ഉണ്ടായിരുന്നു. അവർ ആ ഒരു വാഹനങ്ങൾ നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. അത് ഓരോ സ്ഥലത്തും കുറച്ച് നേരം നിർത്തിയിടും. എന്നിട്ട് നമുക്ക് കാണണമെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് പോയി കാണാം, അല്ലെങ്കിൽ വാഹനത്തിൽ തന്നെ ഇരുന്നിട്ട് കാണാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നടന്ന് നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വിശ്രമിക്കേണ്ട സമയത്ത് അവിടെ ഇരുന്ന് വിശ്രമിക്കുകയും ചെയ്യാം. എന്നാലും ഒരുപാട് സമയത്ത് നടക്കാനുണ്ട്. ഒരുപാട് ഇപ്പം നമുക്ക് പറഞ്ഞല്ലോ ഇത്രയും 157 ഏക്കറോളം വിസ്തീർണത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ പുറത്തോട്ടേക്ക് എത്തുന്നത്. പിന്നെ നമ്മൾ അവിടെ എത്താൻ ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. ഇതിന് അങ്ങനെ ഒരു ടൈം ലിമിറ്റൊന്നുമില്ല. രാവിലെ 8:30 മുതൽ 5:30 വരെയാണ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. എന്ന് വെച്ചിട്ട് നമുക്കിപ്പം 3 മണിക്കൂറിനുള്ളിൽ കണ്ടു തീർക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള സമയം എടുത്തിട്ട് കണ്ടു തീർക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ പോയ സമയം അത്ര നല്ലതല്ല. ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് മൃഗങ്ങൾ പൊതുവേ ഒരു താല്പര്യമില്ലാത്ത ഒരു രീതിയിലായിരുന്നു നിൽക്കുന്നുണ്ടായത്. സിംഹം, പുലി അങ്ങനെയുള്ള മൃഗങ്ങളെ ഞാൻ ആദ്യമായിട്ടായിരുന്നു നേരിട്ട് കാണുന്നുള്ളത്. അപ്പോൾ അവർ എന്തെങ്കിലും ഒരു മൂവ്മെൻ്റൊക്കെ ഉണ്ടാക്കി കാണണമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേങ്കിൽ കുറേ നേരം നിന്നിട്ട് പോലും അതങ്ങ് ദൂരെ മാറി നിൽക്കുന്നതായിട്ട് നമ്മുടെ ഈ വീഡിയോ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ മൃഗങ്ങളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ആക്റ്റീവ് ആവുന്നത് രാവിലെയും പിന്നെ വൈകുന്നേരം 3:30-ക്ക് ശേഷം എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. പിന്നെ ഈ ചൂടുള്ള സമയത്തൊന്നും അത് അധികം ആക്റ്റീവ് ആവില്ല എന്ന് മനസ്സിലായത്. അതുകൊണ്ടായിരിക്കണം അതൊക്കെ അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത പോലെ ദൂരെ മാറിയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണുന്നു, ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നു, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡവും ഒന്നും കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ മാറി നിൽക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ചിലപ്പോൾ അതും വലിയ കാരണമാവാം. എന്ത് പറഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള കാട്ടിൽ ജീവിക്കുന്ന ഒരു ഫ്രീഡവും കാര്യങ്ങളൊന്നും ഇതിൽ കിട്ടൂല. സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. ഇപ്പോൾ ഒരുപാട് പക്ഷികളായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ എത്രയോ ഹൈറ്റിൽ പറക്കുന്നതും എത്രയോ ദൂരെ സഞ്ചരിക്കുന്നതായിട്ടുള്ള മൃഗങ്ങളൊക്കെ ഈ ഒരു 4 ചുവര് അല്ലെങ്കിൽ ഒരു കൂട്ടിനുള്ളിൽ അകപ്പെട്ടു പോയിട്ടുള്ളത്. അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുമായിരിക്കും. എന്നാൽ കൂടി ഇവരൊക്കെ സ്വന്തമായിട്ട് ഇരപിടിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർക്ക് അതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിട്ടാണുള്ളത്. പിന്നെ നമുക്ക് ഇവയൊക്കെ ഒന്ന് കാണാൻ ഈ ഒരു കാര്യം വലിയ കാര്യമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ആനയെ ശ്രദ്ധിച്ചോ? ഇത് നമ്മുടെ നവരാത്രി പ്രമാണിച്ച് ആനയെ ഇവർ ഒരുക്കിയതാണ്. അങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. ആൾക്കാർ ഇവരെ ഓരോ മൃഗത്തിൻ്റെയും കൂട്ടിൽ പോയിട്ട് കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർ മീൻസ് അതിൻ്റെ അതോറിറ്റിയിലുള്ള ആൾക്കാർ. പിന്നെ നമ്മൾ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പുറത്തോട്ട് വന്നു. വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി നോക്കി. ഇവിടെ എല്ലാ വണ്ടിയും ഒരുവിധം പൂജയൊക്കെ ചെയ്തിട്ട് വാഴയിലയും ഒക്കെ തൂക്കിയിട്ടാണ് ഉണ്ടായിന്. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വലിയൊരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ KSRTC ബസ് ഫുൾ അലങ്കരിച്ച് പാട്ടൊക്കെ വെച്ച് നമ്മുടെ പറക്കുന്നളികയിലെ ആ ബസ് പോകുന്ന പോലെയാണ് പോകുന്നുണ്ടായത്. അത് വീഡിയോ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ നമ്മൾ അധികം വൈകാതെ തന്നെ മൈസൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ബാംഗ്ലൂരോട്ട് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ ബാംഗ്ലൂരോട്ട് തിരിച്ചുപോയി.